ഹായ് ഡിയേഴ്സ്, ഓണസദ്യക്ക് ഒന്ന് രണ്ട് പച്ചടി നിർബന്ധമാണല്ലോ. കുറച്ച് പച്ചടിയുടെ റെസിപ്പീസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. പഴം പച്ചടി, തൈര് പച്ചടി, മത്തൻ പച്ചടി, അങ്ങനെ. ഇന്ന് നമുക്ക് ബീട്രൂട്ട് പച്ചടി നോക്കാം. അതിന് നല്ല കളറുള്ള ബീട്രൂട്ട് വേണം എടുക്കാൻ. അത് ഇറഗുലർ ഷേപ്പായി മുറിച്ചെടുക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് കഷ്ണങ്ങളുടെ ഭംഗിയൊന്നും നോക്കണ്ട. ഒരു വലിയ ബീട്രൂട്ടാണ്, ഒരു 3 പിടി കാണും. ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് കുക്കറിൽ 3 വിസിലിന് വെക്കണം. അധികം വെള്ളം ഒഴിക്കരുത്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇടണം, ഒരു കളറ് കിട്ടാനാണത്. അത് വേവുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായി 2 പിടി തേങ്ങ, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചതച്ച കടുക്, 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക. നമ്മുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. നല്ല തണുത്ത ശേഷം അതിനെ ഒരു മിക്സി ജാറിലിട്ട് ചെറിയ തരിയോടുകൂടി അരച്ചെടുക്കണം. ഒരുപാട് ഫൈൻ പേസ്റ്റായി അരയ്ക്കരുത്, ചെറിയ തരി വേണം. ഫൈൻ പേസ്റ്റായാൽ അത്ര രുചി ഉണ്ടാവില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മുടെ അരപ്പും ഇട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുക. നല്ല ഭംഗിയുള്ള കളർ കിട്ടാൻ തുടങ്ങും. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിൽ വെള്ളമെല്ലാം വറ്റിക്കണം. ഇനി ഇതിലേക്ക് നല്ല കട്ട തൈര് ഉടച്ച് ചേർക്കാം. ഇത് വീട്ടിലുണ്ടാക്കിയ തൈരാണ്, നല്ല കട്ടയായി കിട്ടിയിട്ടുണ്ട്. ഇത് മിക്സി ജാറിലിട്ട് ഉടയ്ക്കരുത്, ഒരു ഫോർക്ക് വെച്ച് ഉടച്ചാൽ മതി. ഇനി ഇതിന് ആവശ്യമുള്ളത്ര തൈര് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല ഭംഗിയുള്ള കളറ് കിട്ടും നമുക്ക്. നല്ല പച്ച നാക്കിലിൽ ഇത് വിളമ്പുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. തൈര് ഒഴിച്ച ശേഷം അധികം തിളപ്പിക്കരുത്. നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായി ഒരല്പം വെളിച്ചെണ്ണ, കുറച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് ഒന്ന് താളിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഈ പച്ചടി ട്രൈ ചെയ്യുമല്ലോ.